പാലക്കാട്ട് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പീഡന പരാതിയിൽ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ആരോപണ വിധേയനായ പ്രശോഭ് സി വത്സൻ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. പീഡന പരാതി പ്രചാരണായുധമാക്കുകയാണ് LDF-ഉം BJP-യും. ആരോപണ വിധേയനായ പ്രശോഭിനെ കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുന്നുവെന്നാണ് LDF-ന്റെ ആരോപണം. അറസ്റ്റ് നീണ്ടാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് BJP-യും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗുഡ് മോർണിംഗ് സോണൽ. കോൺഗ്രസിനെ ചെറുതൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്ന പാലക്കാട്ടെ ഈ വിഷയം. എന്തായാലും ഇപ്പോൾ ഈ പ്രശോഭ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എങ്ങനെയാണ് അന്വേഷണം, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രധാനമായും പറയേണ്ടത് ഈ കോൺഗ്രസ് കൗൺസിലർ ഇപ്പോഴും ഒഴിവിൽ തന്നെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ദളിത് യുവതി പാലക്കാട് നഗരസഭയിലെ കൗൺസിലറാൽ പീഡിപ്പിക്കപ്പെട്ട സംഭവം നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം ഗൗരവമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് ആ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ച് കൃത്യമായി പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇതിൽ കോൺഗ്രസ് MP-യുടെയും MLA-മാരുടെയും പേരുകൾ പറഞ്ഞിട്ടാണ് ഈ പരാതിയും വെളിപ്പെടുത്തലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതായത് പാലക്കാട് 24-ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള പ്രശോഭിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോഴും പോലീസിന് പ്രശോഭിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത്രയും പെട്ടെന്ന് പിടികൂടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് CPM-ന്റെയും BJP-യുടെയും ഭാഗത്തു നിന്നുള്ള അണികൾ ഉൾപ്പെടെ പറയുന്നത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാനുള്ള ഒരു നീക്കം കൂടി ഈ രണ്ട് പാർട്ടികളും ഈ ഒരു സംഭവത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഈ കൗൺസിലർക്കെതിരെ വന്ന പരാതി അത് ഗൗരവമുള്ളതാണ്, അത് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളതാണ് ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇതിനെ തിരഞ്ഞെടുപ്പ് ആയുധം കൂടിയാക്കാനുള്ള നീക്കം നടക്കുന്ന എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടണം എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം എത്രയും പെട്ടെന്ന് ഈ ഒളിവിലുള്ള പ്രതിയെ പിടികൂടുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരം. ശരി, സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.